ഇന്ന് വൈകുന്നേരം 7-ന് ഈ കൂട്ടിയെഴുന്നള്ളിപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഈ ക്ഷേത്രത്തിന് സമീപത്തോട് ചേർന്നുള്ള പറമ്പിലാണ് ഈ ആനയെ തളച്ചിരുന്നത്. 2 ആനകളെ ഇത്തരത്തിൽ ഈ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തളച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതിന് സമീപത്ത് വെച്ചാണ് ഈ ക്ഷേത്രത്തിൽ ഈ വെടിക്കെട്ട് നടത്തിയത്. ഇതോടുകൂടി വെടിക്കെട്ടിന്റെ വലിയ ശബ്ദവും തീയും കേട്ടതോടുകൂടി ആന വിരണ്ട് പിന്തിരിഞ്ഞ് പാപ്പാനെ തട്ടിയിട്ടു. അതിനുശേഷം ഈ ആന വലിയ രീതിയിലൊരു പരിഭ്രാന്തി പരത്തി എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ആനയെ തളയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. 10 മീറ്റർ അകലെ, അതായത് ആന നിന്ന സ്ഥലത്തിന് 10 മീറ്റർ അകലെയാണ് ഈ വെടിക്കെട്ട് നടത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. ഈ വെടിക്കെട്ടിന്റെ ശബ്ദവും അസഹനീയവുമായ ചൂടുമാണ് ആന പിന്തിരിയുന്നതിലേക്കും പാപ്പാനെ പിൻകാലുകൊണ്ട് തട്ടി വീഴ്ത്തുന്നതിലേക്ക് നയിച്ചത് എന്നുള്ള നാട്ടുകാർ പറയുന്നു. ഈ സമയത്ത് നിരവധി ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ആന വിരണ്ടോടാതിരുന്നതാണ് മറ്റ് സംഭവങ്ങൾ, അപകടങ്ങളൊന്നും തന്നെ ഉണ്ടാകാതെ തന്നെ കാര്യങ്ങൾ എത്തിക്കുന്നതിലേക്ക് നയിച്ചത്. എന്തായാലും ഈ സമയം എലിഫന്റ് സ്ക്വാഡ് അടക്കം സ്ഥലത്തുണ്ടായിരുന്നു. ആനയെ എന്തായാലും തളയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഈ ശബ്ദമുണ്ടായി ആന പിന്തിരിഞ്ഞെങ്കിൽ പോലും ആന വലിയ അനുസരണക്കേട് കാണിക്കാതെ അവിടെ തന്നെ നിന്നതാണ് ഈ വലിയ അപകടമൊക്കെ ഒഴിവാക്കുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്.